എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ ഡെയിലി കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ജനുവരി 24-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ 2026 ഒരുപാട് എക്സാംസ് നടക്കാറുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ഡിഗ്രി പ്രിലിംസ് എക്സാം നടക്കാൻ പോകുന്നത് 2026 അതായത് പ്രധാനമായിട്ട് ഒരുപാട് പോസ്റ്റുകളുണ്ട്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, SBCID ഇങ്ങനെ വലിയ ലൈനപ്പ് നിങ്ങളുടെ മുന്നിലുണ്ട്. സോ ഈ ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടിയും ഡിഗ്രി മെയിൻസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ടാലന്റ് റെക്കോർഡ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള 2499 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. ദെൻ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ 400 മണിക്കൂറിലേറെയുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. ദെൻ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. ദെൻ അതുപോലെ തന്നെ മോഡൽ എക്സാംസ്, ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും. ദെൻ ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകൾ ഉണ്ടാവും. ദെൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഉണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാവും. ദെൻ മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. ദെൻ ഇതിന്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. സോ ഏറ്റവും നല്ലൊരു പാക്കേജിൽ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള ഒരു കോഴ്സാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 2499 രൂപയാണ്. ദെൻ ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. അതൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ലൈഫ് ടൈം വാലിഡിറ്റി ആയിരിക്കും. ദെൻ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അതുവഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ പറഞ്ഞ ഡിഗ്രി ലെവൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ 10th മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും ദെൻ ബെബ്കോ LDയും ദെൻ 2027 LDC ഫോക്കസ് ചെയ്യുന്നവർക്കുമായിട്ട് ടാലന്റ് ലോഞ്ച് ചെയ്ത 10th മെയിൻസ് കോഴ്സ് ഉണ്ട്. ഇതും ഈ പറയുന്നത് പോലെ 1499 എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കുറഞ്ഞ ഒരു പ്രൈസിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഇതിലൂടെ 200 മണിക്കൂറിലേറെയുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. ദെൻ ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ, മോഡൽ എക്സാമുകൾ, ദെൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ, ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകൾ, ദെൻ മെന്റർ സപ്പോർട്ട്, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. ദെൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ഇതെല്ലാം കൂടി ചേർത്താണ് 1499 ഓഫർ പ്രൈസ് ആണ്. ദെൻ ഇത് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിലുണ്ട്. ദെൻ വാലിഡിറ്റി ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. സോ പർച്ചേസ് ചെയ്യുക, ഉടനെ തന്നെ പഠിച്ചു തുടങ്ങുക, എത്രയും പെട്ടെന്ന് ജോലിയിൽ എത്തിച്ചേരുക. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകയായിട്ട് നിയമിതയായത് ആരാണ്? അപ്പോൾ സിമ്പിൾ ആണ് പറഞ്ഞത്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലക ആരാണ്? അത് അമേലിയ വാൽവർദെ. ആരാണ്? അമേലിയ വാൽവർദെ ആണ്. വളരെ കൃത്യമായിട്ട് ഈ ഒരു പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയാണ്. അതായത് പദ്ധതിയുടെ പേര് ഇതാണ്, കണക്ട് ടു വർക്ക്. എന്താണ് കണക്ട് ടു വർക്ക് എന്ന് പറയുന്ന പദ്ധതി? അപ്പോൾ എന്താണ് പദ്ധതി നമുക്ക് നോക്കാം. ഇപ്പോൾ ഇനാഗുറേറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ സംസ്ഥാനത്തെ യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. അപ്പോൾ എന്താണ് പദ്ധതിയുടെ പേരെന്ന് പറയുന്നത്? കണക്ട് ടു വർക്ക് എന്നാണ് പദ്ധതിയുടെ പേര്. അതായത് 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ്. പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം ആർക്കാണ് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ യുവാക്കളിൽ, അതായത് നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക്, അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും, പ്രത്യേകിച്ച് PSC UPSC അങ്ങനെയുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ അർഹരാണെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക? പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് കണക്ട് ടു വർക്ക്. ഇനി ഇതിൽ രണ്ട് കാര്യങ്ങൾ നോക്കണം. ഒന്ന്, പ്രായപരിധി ഉണ്ട് കേട്ടോ. പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക്, 18 to 30 വയസ്സിനിടയിലുള്ളവർക്ക് ഇതിന് അർഹതയുള്ളൂ. ദെൻ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാർഷിക വരുമാനം 5 ലക്ഷത്തിൽ കവിയാൻ പാടില്ല എന്നൊരു നിബന്ധന കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ വാർഷിക വരുമാനം 5 ലക്ഷത്തിൽ കവിയാത്ത, 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള, ദെൻ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കോ അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കോ ആയിട്ടുള്ള യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയാണ് കണക്ട് ടു വർക്ക് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഹൈക്കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് വിദ്യാർത്ഥിയുടെ പിഴവ് കൊണ്ടല്ലാതെ സാങ്കേതിക തകരാറുകൾ മൂലം പരീക്ഷ എഴുതാനുള്ള അവസരം നിഷേധിക്കുന്നത് ഭരണഘടനയുടെ 21ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന മാന്യമായി ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഇതാണ്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? പരീക്ഷ എഴുതുന്ന ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട അല്ലേ? അതായത് വിദ്യാർത്ഥിയുടെ പിഴവ് കൊണ്ടല്ലാതെ സാങ്കേതിക തകരാറുകൾ മൂലം പരീക്ഷ എഴുതാനുള്ള അവസരം നിഷേധിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരം? ഭരണഘടനയുടെ 21ാം അനുച്ഛേദ പ്രകാരം ഉറപ്പു നൽകുന്ന മാന്യമായി ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനമാണ് എന്ന വിധി പ്രസ്താവിച്ച ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതി. ഏതാണടാ? അലഹബാദ് ഹൈക്കോടതിയാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഗുജറാത്തിന് ശേഷം ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? അപ്പോൾ ഗുജറാത്തിന് ശേഷം എന്ത് ചെയ്യുന്നു? ഒരു സംസ്ഥാനം ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനാണ്. അപ്പോൾ ഇവിടെ തന്നെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു കാര്യം കൂടി കിട്ടും. അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗുജറാത്താണ്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇപ്പോൾ രാജസ്ഥാൻ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്.
ഇനി എന്താണ് ഈ ഒരു ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അല്ലേ, ഇപ്പോൾ വർഗീയ കലാപങ്ങൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അത് നടക്കുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ വിചാരിക്കും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കളഞ്ഞിട്ട് പോയാൽ മതി, എങ്ങനെയെങ്കിലും വിറ്റിട്ട് പോയാൽ മതി, ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി കുറഞ്ഞ വിലയ്ക്കൊക്കെ അവർ എന്ത് ചെയ്യും, ആ സ്ഥലമൊക്കെ വിറ്റിട്ടൊക്കെ പോകും. സോ അതൊന്ന് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ആക്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടിന്റെ പ്രകാരം ഒരു 3 വർഷത്തേക്ക്, അതായത് ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആയിട്ട് സർക്കാർ പ്രഖ്യാപിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു 3 വർഷത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വസ്തുവകകൾ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ എന്ത് ചെയ്യില്ല, കഴിയില്ല എന്നുള്ള കാര്യം ഓർക്കുക. ദെൻ അങ്ങനെ കഴിയണം അല്ലെങ്കിൽ എന്താണ് വിൽക്കണം എന്നുണ്ടെങ്കിൽ തന്നെ കളക്ടറുടെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയോ ഒക്കെ പെർമിഷൻ വാങ്ങേണ്ടതായിട്ടുണ്ട്. ഇൻ കേസ് വാങ്ങിച്ചില്ല എങ്കിൽ ആ ട്രാൻസാക്ഷൻ എന്തായിട്ട് അസാധുവായിട്ടായിരിക്കും എന്ത് ചെയ്യുക, അവർ കരുതുക. സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഗുജറാത്തിന് ശേഷം ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അന്താരാഷ്ട്ര വനിതാ ബാഡ്മിന്റൺ സിംഗിൾസിൽ 500 വിജയം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്, അന്താരാഷ്ട്ര വനിതാ ബാഡ്മിന്റൺ സിംഗിൾസിൽ 500 വിജയം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആര് എന്നാണ്. അപ്പോൾ പി വി സിന്ധു ആണെന്നുള്ള കാര്യം ഓർക്കുക. ഈ താരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന താരമല്ലേടാ, പി വി സിന്ധു ബാഡ്മിന്റൺ ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ 2 മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് പി വി സിന്ധു ആണ്. അതായത് ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ എന്താണ് 2 ഒളിമ്പിക് മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് പി വി സിന്ധു ആണ്. ഈ മനു ഭാക്കറിന്റെ കണ്ടന്റ് എന്താണ് എൻ്റയർലി സെപ്പറേറ്റ് ആണ്. അതായത് ഒരു ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ 2 തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി ഈ ഒരു പി വി സിന്ധുവിലേക്ക് വരികയാണെങ്കിൽ, പി വി സിന്ധു 2016 റിയോ ഒളിമ്പിക്സ് കേട്ടോ, 16 റിയോ ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വെള്ളി മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. ദെൻ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഒരു വെങ്കല മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. സോ അതും കൂടെ എന്ത് ചെയ്യുക, ഇതിനൊപ്പം ഒന്ന് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ കേരളത്തിലെ ഒരു താരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ 6000 റൺസ് തികച്ച ആദ്യ കേരള താരം ആരാണ്? എന്താണ്, രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ 6000 റൺസ് തികച്ച ആദ്യ കേരള താരം ആരാണ്? സച്ചിൻ ബേബിയാണ്. ഇൻ കേസ് ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ മലയാളി അല്ലെങ്കിൽ കേരള താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സച്ചിൻ ബേബിയാണ് അല്ലേ. അപ്പോൾ അതിൽ യാതൊരു സംശയവുമില്ല, ഇതേ സച്ചിൻ ബേബി തന്നെയാണ് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഫൈനലിലെ താരം എന്ന് പറയുന്നത്. കാരണം ഫൈനലിൽ അദ്ദേഹം അന്ന് സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്നു. അതായത് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഫൈനലിലെ താരം അല്ലെങ്കിൽ ഫൈനലിൽ സെഞ്ചുറി നേടിയ താരം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സച്ചിൻ ബേബിയാണ്. ദെൻ 2025 IPL എഡിഷനിൽ അദ്ദേഹം ഒരു ടീമിന്റെ ഭാഗമായിരുന്നു. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഭാഗമായിരുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. കാരണം ഈ പറയുന്ന IPL-ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, PSC ചോദിക്കാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് തന്നെ മലയാളികളെ ചോദിച്ച എക്സാമുകളുണ്ട്. സോ അതുകൊണ്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇതാണ്, രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ 6000 റൺസ് തികച്ച ആദ്യ കേരള താരം ആരാണ്? അത് സച്ചിൻ ബേബിയാണ്. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ്. അതായത് 2026 T20 ലോകകപ്പിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ്? അപ്പോൾ 2026 T20 ലോകകപ്പ് എവിടെയൊക്കെയാണ് നടക്കുന്നത്? നമ്മുടെ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് നടക്കുന്നത്. സോ അവിടുത്തെ ഒരു വേദിയെ ചൊല്ലിയുള്ള ഒരു തർക്കത്തെ തുടർന്ന് നമുക്കറിയാം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ അത്ര നല്ലതല്ല. കാരണം റീസെന്റ് ആയിട്ട് തന്നെ മുസ്താഫിസുർ റഹ്മാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, IPL ടീമായിട്ടുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ അതിനെ തുടർന്ന് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന, അതായത് ഇന്ത്യയിൽ വേദിയായിട്ടുള്ള മത്സരങ്ങളൊന്നും കളിക്കാൻ പറ്റില്ല എന്ന് ബംഗ്ലാദേശ് അറിയിക്കുകയും, സോ കളിക്കുന്നെങ്കിൽ ഇന്ത്യ തന്നെ കളിക്കണമെന്ന് ICC അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ബംഗ്ലാദേശ് ഈ പറയുന്ന T20 ലോകകപ്പിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. ദെൻ പകരക്കാരായിട്ട് ആരാണോ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, അത് കൃത്യമായിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, ബംഗ്ലാദേശ് എന്ത് ചെയ്തിരിക്കുന്നു, 2026 ഇന്ത്യയിൽ നടക്കുന്ന T20 ലോകകപ്പിൽ നിന്നും പിന്മാറിയിരിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ്. അതായത് 2026 ജനുവരിയിൽ അന്തരിച്ച സിംഗപ്പൂർ പരിസ്ഥിതി പ്രവർത്തക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരൊരു ഇന്ത്യൻ വംശജയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പേര് കീർത്തിത മേഘാനി. ഇതാണ് കീർത്തിത മേഘാനി എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തക, സിംഗപ്പൂർ പരിസ്ഥിതി പ്രവർത്തക, പക്ഷേ ഇന്ത്യൻ വംശജയാണ്. 2026 ജനുവരിയിൽ അന്തരിച്ചു എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ ട്രീ ലേഡി ഓഫ് സിംഗപ്പൂർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. ദെൻ അതുപോലെ തന്നെ പ്രസിഡന്റ്സ് അവാർഡ് ഫോർ എൻവയോൺമെന്റ് എന്ന് പറയുന്ന അംഗീകാരം, ദെൻ അതുപോലെ തന്നെ സിംഗപ്പൂർ വുമൻസ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട വനിത, അതൊക്കെയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന കീർത്തിത മേഘാനി. സോ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കും. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ്. അതായത് ബംഗാൾ ഫുട്ബോൾ ക്ലബ്ബായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിനെ 3 കിരീടങ്ങളിലേക്കൊക്കെ നയിച്ച താരമായിരുന്ന ഇലിയാസ് പാഷ 2026 ജനുവരിയിൽ അന്തരിച്ചു. സോ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണ്? ഇലിയാസ് പാഷയാണ്. അപ്പോൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് കമ്പനി ബോർഡ് LGS റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളും ന്യൂ SCRT ഫാക്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും Amazon, Flipkart,
വീക്ഷ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള varanda.talentgala.com-ലും ഈ ബുക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു, ഒരു പ്രധാനപ്പെട്ട നിയമനം, അതായത് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലക ആരാണ്? അമേലിയ വാൽവർദെ. അതിനുശേഷം പറഞ്ഞു ഗുജറാത്തിന് ശേഷം എന്ത് ചെയ്യുന്നു? ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് ഒരു സംസ്ഥാനം നടപ്പിലാക്കാൻ പോകുന്നു. ഏതാണ്? രാജസ്ഥാനാണ്. സോ അവിടെ നിന്ന് നമുക്കൊരു കാര്യം കൂടി കിട്ടി. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് നടപ്പിലാക്കിയ സംസ്ഥാനം ഗുജറാത്ത് ആണ്. അതിനുശേഷം പറഞ്ഞ പോലെ ഒരു പദ്ധതിയായിരുന്നു, അതായത് കണക്ട് ടു വർക്ക് എന്ന് പറയുന്ന പദ്ധതി. 1000 രൂപ പ്രതിമാസം കിട്ടുന്ന പദ്ധതി. ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ യുവാക്കൾ, അതായത് 18 to 30 വയസ്സ് പ്രായമുള്ള ആൾക്കാർക്ക്. അതായത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അവർ നൈപുണ്യ പരിശീലനത്തിൽ അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് പ്രതിമാസം 1000 രൂപ കിട്ടുന്ന പദ്ധതി. വാർഷിക വരുമാനം, കുടുംബത്തിന്റെ വാർഷിക വരുമാനം 5 ലക്ഷം കവിയാൻ പാടില്ല എന്നൊരു നിബന്ധന കൂടിയുണ്ട്. അതിനുശേഷം പറഞ്ഞൊരു കോടതി വിധിയാണ്, അതായത് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി. എന്താണ് വിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥിയുടെ പിഴവ് കൊണ്ടല്ലാതെ സാങ്കേതിക തകരാറുകൾ മൂലം പരീക്ഷ എഴുതാനുള്ള അവസരം നിഷേധിക്കുന്നത് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന മാന്യമായി ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്ന് എന്ത് ചെയ്തു? അലഹബാദ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചു. അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു? അന്താരാഷ്ട്ര വനിതാ ബാഡ്മിന്റൺ സിംഗിൾസിൽ 500 വിജയം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? PV സിന്ധു എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ 6000 റൺസ് തികച്ച ആദ്യ കേരള താരം ആരാണ്? സച്ചിൻ ബേബിയാണ്. വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞത് 2026 T20 ലോകകപ്പ് നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നടക്കും. ഇന്ത്യ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നടക്കുകയാണ്. സോ അതിൽ നിന്നും പിന്മാറിയ രാജ്യം ബംഗ്ലാദേശ് ആണ്. പുതിയ രാജ്യം ആരാണോ അത് നമ്മൾ എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും. അതിനുശേഷം പറഞ്ഞത് 2 വിയോഗങ്ങൾ. ഒന്നൊരു പരിസ്ഥിതി പ്രവർത്തകയാണ്, സിംഗപ്പൂരിലെ പരിസ്ഥിതി പ്രവർത്തകയാണ് കീർത്തിദ മേഘാനി. ഇന്ത്യൻ വംശജയാണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. എന്താണ്? ട്രീ ലേഡി ഓഫ് സിംഗപ്പൂർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന കീർത്തിദ മേഘാനിയാണ്. അതിനുശേഷം പറഞ്ഞു ഇലിയാസ് പാഷ എന്ന് പറയുന്ന മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അന്തരിച്ചു. സോ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2026 ജനുവരിയിൽ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായിട്ട് നിയമിതനായത് ആര് എന്നാണ്. അപ്പോൾ ഡോക്ടർ പി രവീന്ദ്രൻ, മോഹൻ കുന്നുമ്മൽ, ജുനൈദ് ബുഷിരി, പ്രമോദ് കുമാർ. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 2026 പത്മവാണി പുരസ്കാരത്തിന് അർഹനായത് ആര് എന്നാണ്. അപ്പോൾ AR റഹ്മാൻ, അനിരുദ്ധ്, സന്തോഷ് നാരായണൻ, ഇളയരാജ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് WPL അഥവാ വുമൻസ് പ്രീമിയർ ലീഗിൽ 50 വിക്കറ്റുകൾ നേടിയ ആദ്യ താരം ആര് എന്നാണ്. അപ്പോൾ ദീപ്തി ശർമ്മ, അമേലിയ ഖെർ, ഹെയ്ലി മാത്യൂസ്, നഡാലിസ് കീവർ ബ്രണ്ട. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്ടാ? അമേലിയ ഖെർ ആണ്. ഈ പറയുന്ന അമേലിയ ഖെർ നിലവിൽ മുംബൈ ഇന്ത്യൻസിന്റെ താരമാണ്. 2024 വനിതാ T20 ലോകകപ്പിന്റെ ഫൈനലിലെ താരം, ടൂർണമെന്റിലെ താരം, ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം. ഇതൊക്കെ ആര് തന്നെ? അമേലിയ ഖെർ തന്നെ. കൃത്യമായിട്ട് ഓർക്കുക. ഇതിനൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കണ്ടന്റ് കൂടി അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വുമൻസ് പ്രീമിയർ ലീഗിൽ 1000 റൺസ് തികച്ച ആദ്യ ഇന്ത്യൻ താരം എന്ന് പറയുന്നത് ഹർമൻപ്രീത് കൗർ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനൊപ്പം തന്നെ വുമൻസ് പ്രീമിയർ ലീഗിൽ 1000 റൺസ് തികച്ച ആദ്യ താരം എന്ന് പറയുന്നത് നഡാലിസ് കീവർ ബ്രണ്ടാണ്. അപ്പോൾ 1000 റൺസ് തികച്ച ആദ്യ താരം നഡാലിസ് കീവർ ബ്രണ്ട. 1000 റൺസ് തികച്ച ആദ്യ ഇന്ത്യൻ വനിതാ താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹർമൻപ്രീത് കൗർ. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇവിടെ പറഞ്ഞത് 50 വിക്കറ്റിന്റെ കാര്യമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, വിജയ് ഹസാരെ ട്രോഫി 2025-26 ജേതാക്കൾ ആര് എന്നാണ്. നമുക്കറിയാം വിജയ് ഹസാരെ ട്രോഫി എന്ന് പറയുന്നത് ഒരു നമ്മുടെ പ്രാദേശിക ഒരു ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് അല്ലെ. 50 ഓവർ ക്രിക്കറ്റ് മത്സരമാണ്. അപ്പോൾ അതിലെ ജേതാക്കൾ എന്ന് പറയുന്നത് വിദർഭ ആണെന്നുള്ള കാര്യം ഓർക്കുക. അവർ സൗരാഷ്ട്രയെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ജനുവരി 24-ാം തീയതി പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.